എങ്ങനെ വേണമെങ്കിലും നടന്നോ. സഹോദരിമാരോട് പറയുകയാ, സഹോദരന്മാരോട് പറയുകയാ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എത്ര റീൽസ് വേണമെങ്കിലും എടുത്തോ പെങ്ങളെ. പക്ഷേ ഒരേ ഒരു കാര്യം നീയൊക്കെ മനസ്സിലെഴുതി വെക്കണം. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ, ഒരേ ഒരായത്ത് നിന്റെ ഹൃദയത്തിൽ എഴുതി വെക്കണ്. ഏതായത്തെന്നറിയോ? ഏതായത്തെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഈ ആയത്ത് നിങ്ങളൊക്കെ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഓർത്തു വെക്കണം പെങ്ങള്. അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ, തോന്നിവാസികളെ പോലെ ജീവിക്കുന്നവരോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ് വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോകാനാ നിങ്ങളെല്ലാം? നിങ്ങളൊക്കെ എവിടെ പോകാനാ? എവിടെ പോയാലും ഒരു ദിവസം നിങ്ങൾ വീഴുമടോ. ഉമ്മമാരെ, സഹോദരിമാരെ, നീയൊക്കെ എവിടെ പോയാലും, ഈ ലോകത്തിന്റെ ഏത് അറ്റത്ത് പോയാലും അല്ല പറയുകയാ, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എന്റെ മുമ്പിലേക്ക് നിന്നെയൊക്കെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. എന്റെ മുമ്പിൽ നിന്നെയൊക്കെ ഞാൻ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ഓർത്തു വെച്ചോടാ ചെറുപ്പക്കാരാ. അത് പ്രായമുള്ള വാപ്പയാകട്ടെ, ചെറുപ്പക്കാരാകട്ടെ, ഉമ്മയാകട്ടെ, മകളാകട്ടെ, വഅദ് പറയുന്ന സിറാജാകട്ടെ, അല്ലാഹു എല്ലാവരോടും പറയുകയാണ്, നീ എവിടെ പോയാലും, എവിടെ പോയാലും ഒരു ദിവസം നിന്നെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. സൂക്ഷിച്ചോ നീ. അന്ന് അല്ലാഹു പറയുകയാ, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാ. കഠിനമായ ശിക്ഷ, ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുമ്പോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തിട്ട് നിസ്കരിക്കണേ മക്കള്. 5 വഖത്ത് നിസ്കരിക്കണേ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ. പെങ്ങന്മാരെ, ഔറത്ത് മറയ്ക്കണേ. നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണേ. നിങ്ങൾ ഇങ്ങനെ മോശമായ ജീവിതം നയിക്കരുത് എന്ന ഖുർആനിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു തരുമ്പോ, കളിയാക്കുന്നവരെ, പരിഹസിക്കുന്നവര്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ